ഇന്ന് നമുക്ക് ഒരു ദേശി ടെസറിൻ്റെ ഒക്കെ ഫീലിൽ വന്നിരിക്കുന്ന അതേ പാറ്റേൺ വന്നിരിക്കുന്ന സാരിയുടെ കളക്ഷനാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഹോളി കമ്മ്യൂണിയൻ ബാപ്റ്റിസം അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സാരിയാണ്. ദേശി ടെസറിൻ്റെ അതേ ഒരു ഫീലിലാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ അതിനകത്ത് ഇതേപോലെ എംബ്രോയിഡറി വർക്കും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 3980 3980 ആണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇന്ന് വന്നിരിക്കുന്ന ഈ കളക്ഷൻസ് ഏതൊക്കെയാണെന്ന് കാണാം. ഫസ്റ്റ് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, ദേശി ടെസറിൻ്റെ ആ ബേസ് കളർ വരില്ലേ, നല്ലൊരു ഭംഗിയുള്ളൊരു ഷെയ്ഡാട്ടോ അതിൻ്റെ ബേസ് കളർ വരുന്നത്. അപ്പോൾ ദേശി ടെസറിൻ്റെ അതേ ഒരു പാറ്റേണിൽ തന്നെ വന്നിരിക്കുന്ന സാരി. എന്നിട്ട് അതിൻ്റെ ബോർഡർ കണ്ടോ, അത് ഇതേപോലെ ഒരു ത്രെഡ് വീവ് ഡിസൈനും ചെറിയൊരു ലൈറ്റ് ഒരു ഗോൾഡൻ കരയും കൂടെ വന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. അതിനകത്തേ കൂടെ ഇതേപോലെ ഓൾ ഓവർ ദ ബോഡി ഇതേപോലെ ക്രോസ് സ്റ്റിച്ചും അല്ലാത്ത ഒരു എംബ്രോയിഡറിയും കൂടിയാണ് വന്നിരിക്കുന്നത്. ഇത് സാരി നമ്പർ 1. ഇതിനകത്തൊരു ലാവൻഡർ ആൻഡ് പേസ്റ്റൽ ഗ്രീൻ ടോണിലാണ് എംബ്രോയിഡറി വന്നിരിക്കുന്നത്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ ഇതേപോലെയാണ് മുന്താണി വരുന്നത്. ഇങ്ങനെ ഓൾ ഓവർ ദ ബോഡി ഈ ഒരു വർക്ക് വന്നിട്ട് ഇതിൻ്റെ മുന്താണിയിൽ ചെറിയൊരു സ്ട്രൈപ്സ് പാറ്റേൺ പോലെ ഒരു ഇതേപോലെ ഒരു എന്നിട്ട് ഇങ്ങനെ ഒരു ടെമ്പിൾ ഡിസൈനും കൂടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു റിച്ച് ലുക്ക് തോന്നുന്ന സാരിയാണ്. നല്ല ലൈറ്റ് വെയ്റ്റും ആയിട്ട് കൊടുക്കാനും നല്ല കംഫർട്ടബിളാണ്. നമുക്കൊരു ടസറിൻ്റെ ദേശി ടസറിൻ്റെ സാരി എടുത്ത് അതേ ലുക്കിൽ നിൽക്കും. പ്ലീറ്റ്സ് എടുക്കുന്ന പോർഷനിലേക്ക് വരുമ്പോൾ ഇതേപോലെയാണ് അതിനകത്ത് വർക്ക് വന്നിരിക്കുന്നത്. അതേപോലെ ബ്ലൗസ് വരുമ്പോൾ ബ്ലൗസിൽ നമുക്ക് ഇതേപോലെ ഒരു കണ്ടോ, ഇതേപോലെ ഒരു സ്ട്രൈപ്സ് പാറ്റേൺ വന്നിട്ട് സ്ലീവ് എൻഡിൽ ഈ ഒരു ബോർഡറും കൂടെ വരുന്ന ബ്ലൗസ്. അപ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാം, അല്ലാതെ ഉപയോഗിക്കണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് ഉപയോഗിച്ചാലും ആ ഒരു റിച്ച് ലുക്ക് തോന്നുന്ന ഒരു സാരിയാണ്. ഇതാണ് ഫസ്റ്റ് സാരി. എല്ലാത്തിൻ്റെയും ബേസ് കളർ സെയിം തന്നെയായിരിക്കും. ആ എംബ്രോയിഡറിയിലുള്ള വർക്കിൻ്റെ ഡിഫറൻസ് മാത്രമാണ്. പാറ്റേണും സെയിം തന്നെയാണ് കേട്ടോ. ഇതിനകത്ത് ഇത് കണ്ടോ, ഒരു ഗോൾഡൻ യെല്ലോ ഷെയ്ഡിലേക്കാണ് വന്നിരിക്കുന്നത്. ഗോൾഡൻ യെല്ലോ ആൻഡ് ഒരു ബേജ് ആ ഒരു ഷെയ്ഡിലേക്കാണ് വർക്ക് വന്നിരിക്കുന്നത്. ഗോൾഡൻ യെല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഗോൾഡൻ ഷെയ്ഡിലേക്കാട്ടോ. ഇങ്ങനെ ത്രെഡാണ് ഇതെല്ലാം, സെറിയുടെ വീവൊന്നുമല്ല, ത്രെഡിൽ വന്നിരിക്കുന്ന എംബ്രോയിഡറി വർക്കാണ്. അടുത്തത് വരുന്നത് ഇത് കണ്ടോ, നല്ലൊരു ബ്യൂട്ടിഫുൾ ഒരു സേജ് ഗ്രീൻ കളറിലേക്കും എന്നിട്ട് ഇതേപോലെ എംബ്രോയിഡറി വർക്ക് വരുന്ന സാരി. നല്ല കളർ കോമ്പിനേഷൻസ് ആട്ടോ ഇതിനകത്തെല്ലാം എംബ്രോയിഡറി വർക്കിനകത്ത് വന്നിരിക്കുന്ന സാരി നമ്പർ 3 ആണിത്. ബാക്കിയെല്ലാം സെയിം തന്നെ, ജസ്റ്റ് ആ എംബ്രോയിഡറി വർക്കിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അടുത്തത് വരുന്നത് ഇതൊരു പേസ്റ്റൽ ഗ്രീനിലേക്ക് വരുന്ന ഒരു ഇത് കണ്ടോ, ഇതേപോലെ ഒരു ഒലിവ് ഗ്രീൻ്റെയൊക്കെ ലൈറ്റർ ടോൺ എന്ന് പറയാം, അതേപോലെ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. എല്ലാം നല്ല ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആട്ടോ. സാരി നമ്പർ 4. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്, ഉടുത്താൽ നല്ല ഒതുങ്ങിയിരിക്കും. നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് അതുപോലെ തന്നെ കിടക്കുന്ന സാരിയാണ്. അടുത്തത് നോക്കിയേ, ഒരു പിങ്കിൻ്റെ ഏകദേശം ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്ന എംബ്രോയിഡറി വർക്ക്. ഇതേപോലെ ഒരു ഒണിയൻ പിങ്ക് ഷെയ്ഡ് ആൻഡ് പേസ്റ്റൽ ഗ്രീൻ കോമ്പിനേഷനിലേക്ക് വരുന്ന വർക്ക്. സാരി നമ്പർ 5. സാരി നമ്പർ 6 വരുമ്പോൾ 6 വരുമ്പോഴും ഉണ്ടോ നല്ലൊരു ഭംഗിയുള്ളത് ഒരു ടോൺ. ഇതും ഏകദേശം ഒരു ചെറുതായിട്ടൊരു പിങ്കും ബ്രൗണും കൂടെയൊക്കെ ചേർന്ന ഒരു ഷെയ്ഡ്. സാരി നമ്പർ 6. ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ ഹോളി കമ്മ്യൂണിയൻ ബാപ്റ്റിസം ഹൗസ് വാമിങ് ഫംഗ്ഷൻ അങ്ങനെയൊക്കെ, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ തലേ ദിവസം കൊടുക്കാൻ അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു സാരിയുടെ കളക്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നീ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക് യു.